ഒരു രസമൊന്നുമില്ല വീഡിയോ ആണ്. ഹലോ, അപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ രണ്ടുപേരും കൂടെ മാരീഡിൽ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള വ്ളോഗൊന്നുമല്ല, ചുമ്മാ ഷെയർ ചെയ്യുവാണ്. നമ്മളിന്ന് മാരീഡിലാണ്. സോ നമ്മളിന്ന് മാരീഡിൽ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളുടെ റൂം. റൂം ആക്ച്വലി 22nd ഫ്ലോറിലാണ്. സോ വ്യൂ നല്ല രസമുണ്ട്. ഞാൻ കർട്ടൻസ് ഓപ്പൺ ആക്കി കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. 22nd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് മെട്രോ പോണത് ഇങ്ങനെ കാണാം. നമുക്കിങ്ങനെ അത് മറ്റേ ബിൽഡിംഗ് അല്ലേ, അത് ആ ബിൽഡിംഗ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു നോക്കിയിരിക്കാം ബോറടിച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫോർമുകൾ കാണാം. പക്ഷെ ഫോർമുകളാണിത്. മഴയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മൊത്തം മൂടിപ്പോവും. പ്രത്യേകിച്ച് ഒന്നും മഴ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ആ ഒരു വൈബ് ഇസ് റിയലി ഗുഡ്. ഇപ്പോൾ 7 മണി. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാം എന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഓർത്തു. ആക്ച്വലി അത്ര വലിയ രസമൊന്നുമില്ല തോന്നുന്നു. സത്യം ബോറടിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ചേച്ചിയും ഫുൾ ടൈം വീട്ടിലുണ്ടാവും. ഞങ്ങൾ തന്നെ പിന്നെ ഇവിടെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ആരുമില്ല. വി ഡോണ്ട് ഹാവ് എനി ഫൺ ആക്ടിവിറ്റീസ് ടു ഡു. സോ സിംപ്ലി സിറ്റിംഗ് ഇൻ ദ റൂം, TV കാണുന്നു, നല്ല ചാനൽസ്. പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും ഓരോ പ്രാവശ്യവും. ഒന്നും പറയാനില്ല, സീക്രട്സ് ഒന്നും ഇല്ല നമുക്ക് ഷെയർ ചെയ്യാനായിട്ട്. നല്ലതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. നല്ല പണ്ടാരം വയർ കത്തുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 7 o'clock ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഡിന്നറിന് പോയത്. കൊച്ചി കിച്ചണിലാണ് പോയത്. ആക്ച്വലി ഒരു ആവറേജ് ബുഫേ ആയിരുന്നു. നമുക്കത്ര വർക്കായില്ല. ഫുഡൊന്നും ഓപ്ഷൻസും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. യൂഷ്വലി ഉള്ള വീഡിയോയിൽ പോലെ അധികം ഫുഡ് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാനും പറ്റിയില്ല, കാരണം ഭയങ്കര വിശന്നിട്ടിരിക്കുമായിരുന്നു. ഞാനൊരു ക്രൗൺ പ്ലാസയിൽ പോയപ്പോൾ ട്രൈ ചെയ്തൊരു ലെമൺ അതന്നെ ലെമൺ പൊട്ടറ്റോ വെജസ് അത് കഴിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ കാഴ്ചയിൽ അതേപോലെ ഇരിക്കുന്നൊരു സാധനം എടുത്തു, പക്ഷെ കൊള്ളില്ല. പിന്നെ ഒരു മറ്റേ ഈ ബ്രെഡും ഒരു തന്തൂരി സാലഡ് എടുത്തു, അതും ഫ്ലോപ്പായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫ്രൈഡ് റൈസ് ആൻഡ് പ്രോൺസ്. നൈസ്, ട്രൈ ചെയ്ത് നോക്കാം. Yeah, not bad. You want to have some bro? ഒരു ഇത് കിട്ടണം. സാധാരണ നമ്മൾ ഫുഡ് കൊണ്ടാൽ നമുക്ക് സന്തോഷം, ഫുഡ് മതി. പക്ഷേ എന്നറിയില്ല, ഇപ്പോൾ ഫുഡ് കണ്ടിട്ടും ഒരു ഇത് കിട്ടുന്നില്ല. കഴിക്കുമെന്നറിയില്ല, എന്തൊക്കെയോ എടുത്തിട്ടുണ്ടോ. നമ്മൾ ആക്ച്വലി ബുഫേക്ക് പറ്റിയ ആൾക്കാരല്ല, നമ്മളത്ര കംഫർട്ടബിൾ അല്ല അതിൽ. നമുക്ക് കുഴഞ്ഞു പോന്നു. ഇതിന് മുന്നേ നമ്മൾ മാരീഡ് പോയപ്പോൾ കസാവ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് ഓർത്തു. അത് ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, അവിടുത്തെ സർവീസ് അടിപൊളിയായിരുന്നു.
നമ്മൾ ആക്ച്വലി അധികം എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെയാണ് പോയത്. അത് ഒരു നാടൻ ഫുഡ് ഫെസ്റ്റായിരുന്നു, ഷാപ്പിലെ രുചിയും കൂട്ടും എന്ന് പറഞ്ഞിട്ട്. കഴിച്ച എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ദെൻ സ്റ്റാർട്ടറായിട്ട് കപ്പ ചമ്മന്തിയൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ്, ബുഫേ ആയിരുന്നില്ല. നമ്മളിന്ന് ഓർഡർ ചെയ്തത് ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തു, പിടിയും കോഴിയും, കള്ളപ്പം, ഇടിയപ്പം, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ചിക്കൻ വറുത്തത്, അതൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മൾ പാർസൽ ചെയ്തുകൊണ്ടെന്നാണ്. മൊത്തത്തിൽ അതൊരു നല്ലൊരു, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി കഴിച്ചു വന്നിട്ട്. അങ്ങനെ ഒരു ഡേ ആയിരുന്നു ആ ഒരു ഡിന്നർ. സോ അതും കൂടി ഇതിൽ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ നടക്കുന്ന സ്റ്റേക്കേഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്ന് പൂളിലേക്കൊക്കെ പോയി. ആക്ച്വലി നമുക്ക് ആ സമയത്ത് പൂളിൽ പോയി വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഫോണും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ടു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഇടിയപ്പം, ബീഫ് കറിയൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടു. Hey guys, so ഇപ്പോൾ മോർണിംഗ് 10:30 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഡിന്നറിനേലും കുറേ ഓപ്ഷൻസ് ഉണ്ടായി. കഴിച്ച നമ്മൾ ഇടിയപ്പവും ബീഫ് കറിയാണ് ആദ്യം എടുത്തത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വൈകുന്നേരം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല അടിപൊളി ഒരു ഫുഡൊക്കെ കിട്ടി. ഹാപ്പി. എൻ്റെ വയറ് നിറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും കഴിച്ചു നോക്കാൻ പറ്റിയില്ല. ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ടുണ്ട്, ഇഡ്ഡലി, സൂപ്പുണ്ട്, ബ്രെഡും കുറച്ച് ഡിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കഴിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇത്ര നേരത്തെ ഫുഡ് കഴിക്കാറില്ല സാധാരണ കാലത്ത്. നമ്മൾ എണീറ്റ് തന്നെ 12 മണിക്കൊക്കെ ഇരിക്കും, അതുകൊണ്ട് കുറേ കഴിക്കാൻ പറ്റില്ല കാലത്ത്. ഇനി എന്ത് കാപ്പിയും അതിലുണ്ടാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൂളിൽ പോയി. നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ വ്യൂ. സോ ഗൈസ്, നമ്മുടെ സ്റ്റേക്കേഷൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ബിക്കോസ് ക്യാഷും ഇത്രയുള്ള ടീൻ കാഷ്യൂം, ഇത്രയുള്ള ടീൻ ആൽമണ്ട് ആൻഡ് ഒരു ഡാർക്ക് ഫാൻറ്റസി കഴിച്ചതിന് 1220 രൂപ പോയിൻ്റെ വിഷമത്തിലാണ് ഞാൻ. So നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. We guys are waiting for parents.